ഐ എം റെഡി. ഞാനൊന്ന് എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ പ്ലീസ്. പത്മ 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 പ്ലീസ് ഡോണ്ട് ബി സിലി പത്മ. ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. എന്നെക്കാൾ വലുത് ആ ഫോൺ തന്നെയാണല്ലോ. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അതെന്താ? അത് ഇവിടെ ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ലല്ലേ? എനിക്കൊന്നും തോന്നില്ലല്ലോ. തോന്നില്ലേ? ജലദോഷം ഉണ്ട്. അതാ അതാ അതാ. ഒരു ദോഷമില്ല. ഞാനിപ്പോ ഫോൺ ചെയ്തിട്ട് വരാം. നിന്റെ ജീവന്റെ ജീവനായ എന്നെ നീ അവിശ്വസിക്കുന്നല്ലേ? നിന്റെ വരവും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ ഓരോ വിമാനവും എന്റെ തലയ്ക്ക് മുകളിൽ പറന്നു പോകുമ്പോഴും എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കും. എന്റെ എലി അല്ല എന്റെ പത്മ അവൾ വരുന്നു. ഒരു മലാഖയെ പോലെ എന്റെ ഇന്ദു അല്ല എന്റെ പത്മ പറന്നു വരും. ഏയ് പത്മ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട. നിങ്ങളുടെ വീട്ടിൽ എനിക്കായിട്ടുള്ള മുറിയിൽ ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെങ്കിൽ അങ്ങനെ ഒരു വീട് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി, എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകും. അല്ല പത്മ, ഗുഡ് ബൈ. നീ എങ്ങനെ ഇവിടെ വന്നു? ഇന്ത്യയോടെ ആദ്യം അങ്ങോട്ട് കേൾക്ക്. തോക്കിനകത്ത് വെടിവെക്കരുത്. മറ്റവളുണ്ട് അറിയാതെ ഇവിടെ വന്ന് കയറിപ്പോയി. നിനക്ക് വേറെ ഹോട്ടലിൽ കിട്ടണ കഴിവരെ കൊണ്ടുവരാൻ. നീ അങ്ങോട്ട് എഴുന്നള്ളൊന്ന് പറഞ്ഞു തരണ പുല്ലേ. ഒരു കൊനഷ്ടി ഇരുമ്പോ അടുത്ത കൊനഷ്ടി ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ നടടാ. എന്നിട്ട് ഇന്ദു എവിടെ? ഇന്ദു അല്ല എലീന. അയ്യോ, അവളെങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ ഇന്ദുവായിട്ട് വരാൻ നിന്നപ്പോ എലീന വന്ന് കയറി. പിന്നെ അവളുമായിട്ട് പോന്നു. എന്നിട്ട് ഇന്ദു എവിടെ? ആ വീട്ടിൽ കാണും. അയ്യോ ആ കൂടെ ചളവാളിയാ. താങ്ക് യു. അളിയ അവർക്ക് പരസ്പരം മനസ്സിലായില്ലെന്നാ തോന്നുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ഭാഗ്യമുണ്ടോ? മരണം വരെ ഇങ്ങനെ നിൽക്കും അളിയ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പത്മയെ കൊണ്ട് വീട്ടിലേക്ക് വാ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നീ കിളവിയെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഇന്നുവിനെ പത്മേനെ മുറിയിൽ നിന്ന് മാറ്റാൻ പറയണം. എങ്ങനെയെങ്കിലും അത് നീ കിളവിയും കൂടെ തീരുമാനിച്ചാൽ മതി. ചുമ്മാ അല്ല, കിളവിക്ക് കാശ് എണ്ണി കൊടുത്തിട്ടാ. അവിടെ കാണുന്നില്ല. കാണും. നീ നോക്ക്. അയ്യോ എന്റെ കൂടെ വന്ന ആളെവിടെ? ഇങ്ങോട്ട് വന്നില്ല. ടാക്സി. പത്മ പത്മ ഡോണ്ട് ഗോ. പത്മ പത്മ കുട്ടപ്പ വണ്ടിയുടെ വണ്ടി എടുക്കും. വണ്ടി നിർത്ത്. വണ്ടി നിർത്ത്. വണ്ടി എടുത്തു. വണ്ടി നിർത്താൻ. വണ്ടി എടുക്കാൻ. ഡ്രൈവർ വണ്ടി എടുക്കും. അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണം. ഇവിടെ ഇടത്തോട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ വഴി ഇവിടെ ഇടത്തോട്ടെന്ന് പറയാം. ഇടത്തോട്ട് ഇരിക്കേ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലേ? ഇത്രയ്ക്ക് ക്രൂരമായൊരു ഹൃദയമാണോ എലീനയ്ക്കുള്ളത്? ശ്യാമിനെ കണ്ടപ്പോൾ ശ്യാം, എലീനയുടെ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്നെ കുറിച്ച് നിനക്ക് ചിന്തയില്ല. എലീനയുടെ വിളി കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ആ വഞ്ചകനാണ് എലീനയുടെ മനസ്സിൽ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. പരിശുദ്ധ പ്രേമത്തിന് ഇവിടെ യാതൊരു വിലയില്ല. പക്ഷേ ഒരു ദിവസം നിനക്ക് മനസ്സിലാവും. അന്ന് നിന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. വേറൊരു സീരിയസ് പ്രശ്നമുണ്ട്. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഒരു മിനിറ്റ് വണ്ടി നിർത്താൻ. ഒരു മിനിറ്റ്. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം.
ഞാനാ ഇവിടെ സംഭവം ആ കൂടെ കുഴഞ്ഞിരിക്കുകയാണ്. പിന്നെ ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം അവിടെ ലാൻഡ് ചെയ്യും. അതെത്തുന്നതിന് മുമ്പ് കൽക്കട്ട ഫ്ലൈറ്റ് അവിടുന്ന് മാറ്റണം. നേരം വെളുക്കും വരെ കൽക്കട്ട പൊങ്ങരുത്. അതിനുള്ള പരിപാടി ഒപ്പിക്കാം. ആ അതെ, ഇത് മറ്റേ പാർട്ടിയാണെന്നാ തോന്നുന്നു. വിമാനം റാഞ്ചാനോ ബോംബ് വയ്ക്കാനോ ആണ് ഉദ്ദേശം. പോലീസ് വരുന്നിടം വരെ ഇതിന് വരണ്ട. പിടിച്ചു കൊടുത്താൽ നമ്മുടെ പടം പത്രത്തിൽ വരുവാളിയാ. ആ ബോംബെ ഫ്ലൈറ്റിന്റെ അടുത്ത് ഞാനുണ്ടാവും. കൽക്കട്ടയെ ഒതുക്കുന്നത് വരെ ബോംബെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യാതിരിക്കുന്ന വഴി ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം പറഞ്ഞതുപോലെ അലമ്പാകരുതേ. ജീവൻ മരണ പോരാട്ടമാണ്, അറിയാമല്ലോ. ഓക്കെ, എവിടെ പോകുന്നു? പോലീസ് വിളിച്ചോണ്ടുവാ. പോലീസാ? എന്തിന്? നിനക്കൊക്കെ മനുഷ്യന്റെ ജീവിതം പുല്ലാണല്ലോ റാസ്കൾ. ഇതെന്താ വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം കേട്ടാ. നീ വിമാനം റാഞ്ചു അല്ലേടാ. ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ. ഓഹോ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ക്ഷമയുടെ അതിന് കിടക്കരുത്. കടന്നാൽ ചോര കണ്ട ഞാൻ ഇറങ്ങും. ആഹാ, എന്നാൽ രണ്ടിലൊന്ന് അറിഞ്ഞു തന്നെ ബാക്കി കാര്യം. ഓക്കെ ഫൈൻ. ഞാൻ പറയുന്നത് ഇനി തല്ലരുത്. കാര്യം എന്താണെന്ന് അറിയട്ടെ. നീയൊക്കെ ഒരു ഗ്യാങ്ങാണല്ലേ? വണ്ടി വിടും. ഡിക്കമ്മായി ആരെയും സ്നേഹിച്ചിട്ടുണ്ടോ? ആര്? എന്റെ ഭർത്താവിനെ. എന്നിട്ട് അയാൾ എന്റെ അനിയത്തിയെ കല്യാണം കഴിച്ചോണ്ട് പോയി. ഞാൻ ആ കാര്യത്തിൽ എത്ര ഭാഗ്യവതിയാണ്. സുഖമില്ലാത്തതോ? അല്ല, എന്റെ ശ്യാം എന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ബോധം ഉണ്ടെങ്കിൽ കേട്ടോ, അവന്മാര് പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി.